പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. സംവിധായകൻ ഒമർലൂരിനെതിരെ ഒരു പീഡന പരാതി. ഒരു യുവനടിയെ അദ്ദേഹം അവസരം കൊടുത്ത് സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് കരുതി ഒരു യുവനടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു വാർത്ത, ആ കേസെടുത്തു എന്നൊരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കാണും. പക്ഷെ എന്റെ ഒരു വലിയ വിഷമം എന്താണെന്ന് വെച്ചാൽ, ഈ യുവനടി ആരാണെന്ന് ഒരു മാധ്യമങ്ങളും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് മലയാള സിനിമയിൽ എത്രയോ യുവനടിമാർ വന്നിട്ടുണ്ട്. ഒമർലുലുവിന്റെ പടത്തിൽ തന്നെ എത്രയോ യുവനടിമാർ അഭിനയിച്ചിട്ടുണ്ട്. ഒമർലുലുവിന്റെ പടത്തിൽ അഭിനയിച്ചതാണോ അല്ലയോ എന്നൊന്നും ഇപ്പോഴും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിൽ മലയാള സിനിമയിലെ യുവനടിമാർക്ക് സൈബർ ബുള്ളിങ് കാരണം ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രിയപ്പെട്ട ശോഭാ വിശ്വനാഥിന്റെ ഏറെ പ്രിയപ്പെട്ട ഒമർക്കയാണ് ഇങ്ങനെ പീഡിപ്പിച്ചതെന്നുള്ള കാര്യം ഞാൻ ശോഭാ വിശ്വനാഥിനോട് കൂടി ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടി എപ്പോഴും വാദിക്കാൻ ശ്രമിക്കുന്ന ദിയാസന, തന്റെ ഗുരുവായ ഒമർലുവിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് നമ്മുടെ ദിയാസനയോട് ശോഭാ വിശ്വനാഥിനോട് എന്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആണ്. കേരളത്തിൽ കിടക്കുന്ന എല്ലാ പെൺകുട്ടികളെയും നിങ്ങൾ രക്ഷിക്കാൻ ശ്രമിച്ച സ്ഥിതിക്ക് മലയാള സിനിമയിലെ ഏത് യുവനടിയെയാണ് ഒമർലുലു പീഡിപ്പിച്ചതെന്ന് പറയാൻ ഈ വാർത്താ മാധ്യമങ്ങളോട് പറയണം. അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങൾ കാണിച്ചേക്കുന്ന ഏറ്റവും വലിയ തെമ്മാടിത്തരം കാരണം ഒരു യുവനടിമാർക്കും ജീവിക്കാൻ വയ്യുന്നേ. എല്ലാ യുവനടിമാരോടും പോയി എല്ലാവരും ചോദിക്കുക, ഒമർക്ക പീഡിപ്പിച്ച നിങ്ങളെയാണോ? ഒമർക്ക നിന്നെ സിനിമയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണോ? ഒമർക്ക നിന്നെയാണോ കൊണ്ടുപോയത്? എല്ലാ നടിമാരുടെ അടുത്തും പോയിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അത് കാരണം അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ബിഗ് ബോസിലെ മത്സരത്തിലെ മാത്രം രക്ഷിച്ചാൽ പോരല്ലോ, സ്ത്രീകളെ ഒന്നടങ്കം രക്ഷിക്കണമല്ലോ. അപ്പം ഗുരുവായ ഒമറിനോട് നിങ്ങളൊന്ന് ചോദിക്കൂ. അതുപോലെ ഇക്കയായ ഒമർക്കയോട് ശോഭയൊന്ന് ചോദിക്കണം. ഇക്ക അങ്ങ് പറയൂ, ഇക്ക ആരെയാണ് അവസരം കൊടുക്കാമെന്ന് കരുതി കൊണ്ടുപോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലുള്ള എല്ലാ യുവനടിമാരും രക്ഷപ്പെടും. ഒമർക്ക രക്ഷിക്കൂ, ഒമർക്ക സ്ത്രീകളെ അങ്ങ് രക്ഷിക്കൂ. അല്ലെങ്കിൽ ഒമർക്ക ചിലപ്പം ഞങ്ങളെയൊക്കെ ഇനി അടുത്ത സിനിമയിൽ ഒമർക്ക എടുത്തു കഴിഞ്ഞാൽ ഒമർക്ക ഇങ്ങനെയാണ് കൊണ്ടുപോയതെന്ന് ആൾക്കാർ പറയത്തില്ലേ? അതുകൊണ്ട് സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടി ഇവരോടല്ല, അതുപോലെ സകല ഓൺലൈൻ മാധ്യമങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ധൈര്യമുണ്ടെങ്കിൽ പേര് വെളുത്താൻ പറയണം. നീയൊക്കെ നാട് മുഴുവൻ നടന്ന് മറ്റുള്ള സ്ത്രീകളെ ആക്ഷേപിക്കുന്നുണ്ടല്ലോ, വല്ലവനെ കാശ് മേടിച്ച് എനിക്കെതിരെ സംസാരിക്കുന്നുണ്ടല്ലോ, പറയാമെങ്കിൽ പറ.